എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ആൽഫബറ്റിലെ ജി മുതലുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ചിത്രങ്ങളാണ് വരച്ചു പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലുള്ള പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ജി കൊണ്ട് എന്താണ് വരയ്ക്കാൻ പറ്റുക നോക്കാം. ഇതുപോലെ വലിയൊരു ജി എഴുതുക. എന്നിട്ട് ജിയുടെ മുകൾ ഭാഗത്ത് 2 കൊമ്പ് വരയ്ക്കണം. നമ്മൾ ജി കൊണ്ട് ഒരു ആടിനെയാണ് വരയ്ക്കുന്നത്. അവിടെ നിന്നും ജിയുടെ ഈ ഭാഗത്തേക്കായിട്ട് നീട്ടി ഒരു രേഖ വരയ്ക്കുക. ഇനി നമ്മൾ മുൻകാലുകൾ വരയ്ക്കുക. അടുത്തതായി നമുക്ക് പിൻകാലുകളും വരയ്ക്കാം. അങ്ങനെ ആവശ്യമില്ലാത്ത രേഖകളൊക്കെ മായ്ച്ചു കളയുകയും വേണം. നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. നമ്മൾ ഗോട്ട് എന്നെഴുതി, GOAT ഗോട്ട്. അടുത്തതായി നമ്മൾ വരയ്ക്കുന്നത് H ഉപയോഗിച്ചുള്ള ഒരു ചിത്രമാണ്. സെൻറ്ററിലെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ H ആയി. മുകളിലായിട്ട് ഒരു ഓവൽ ഷേപ്പ് വരയ്ക്കുക. താഴെയും ഇതുപോലെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു കർവ് ലൈൻ വരയ്ക്കുക. പിന്നെ താഴത്തായിട്ട് ഒരു ഓവൽ ഷേപ്പ് കൂടെ വരച്ചാൽ ഇതൊരു ഹാറ്റായി. ഹാറ്റ് കണ്ടോ? ഈ ഭാഗത്ത് നമ്മളൊരു ഡിസൈന് വേണ്ടി നന്നായി കറുപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളത് എഴുതണം, HAT ഹാറ്റ്. ഇനി നമ്മൾ അടുത്തതായി വരയ്ക്കാൻ പോകുന്നത് I ഉപയോഗിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. ഇതുപോലെ ഇവിടെ വലിയൊരു I എഴുതണം. എന്നിട്ട് മുകളിലായിട്ട് കുഞ്ഞൊരു കർവ് വരയ്ക്കുക. ആ കർവിനെ താഴേക്ക് കൊണ്ടുപോവുക. പിന്നെയും താഴേക്ക് കൊണ്ടുപോവുക. അതിനടിയിലായിട്ട് ഒരു നിബ്ബ് വരയ്ക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതൊരു ഇങ്ക് പെന്നാണ്. ഇങ്ക് പെൻ. നമുക്കിവിടെ എഴുതാം I for ഇങ്ക് പെൻ. INKPEN. ഇനി നമ്മൾ അടുത്ത അക്ഷരമായ J ഉപയോഗിച്ച് ഒരു ചിത്രം വരയ്ക്കുകയാണ്. ഇതുപോലെ J എഴുതണം. വലുതാക്കിയൊരു J എഴുതുക.
എന്നിട്ട് ജെയുടെ മുകൾ ഭാഗം കുറച്ചുകൂടെ നീട്ടിക്കൊടുക്കണം. താഴേക്ക് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിനെ വളച്ച് കൊണ്ടുപോയി മറ്റേ രേഖയുമായി ചേർക്കണം. സൈഡിലായിട്ട് ഇതുപോലൊരു ത്രികോണം വരയ്ക്കുക. ഇനി പുറകിലായിട്ട് ഇതുപോലൊരു രേഖ വരയ്ക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? ഇതൊരു ജഗ്ഗാണ്. ജഗ്ഗിന് ചെറുതായിട്ടൊരു ഡിസൈനൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു ഫ്ലവർ വരയ്ക്കുക, ഇലകളൊക്കെ വരയ്ക്കുക. എന്നിട്ട് എഴുതുക ജഗ്, JUG, ജഗ്. ഇനി നമുക്ക് അടുത്തത് K ഉപയോഗിച്ചുള്ള ഒരു ചിത്രമാണ്. K ഇതുപോലെ വരയ്ക്കണം. എന്നിട്ട് Kയുടെ രണ്ട് സൈഡിലുള്ള രേഖകൾ നീട്ടിക്കൊടുക്കുക. പിന്നെ സൈഡ് രേഖകൾ വരച്ച് ഇതിനെ ഒരു സ്ക്വയർ രീതിയിലേക്ക് മാറ്റുക. ഇനി മുകളിലൊരു ചിറകും താഴെ ഒരു ചിറകും കൊടുക്കണം. വാല് കൊടുക്കണം. ഇനി മുകളിൽ നിന്ന് താഴേക്കായിട്ടൊരു ലൈൻ വരയ്ക്കുക. പിന്നെ ഒരു കർവ് ലൈൻ കൂടെ വരച്ചാൽ കൈറ്റായി മാറി. കണ്ടില്ലേ? K ഉപയോഗിച്ച് നമ്മൾ കൈറ്റ് വരച്ചു. ഇനി നമുക്ക് എഴുതാം KITE, കൈറ്റ്. ഇനി നമുക്ക് L ഉപയോഗിച്ചുള്ള ഒരു ചിത്രമാണ് വരയ്ക്കേണ്ടത്. വലിയൊരു L എഴുതി ഇതുപോലൊരു ലൈൻ വരച്ച് ഒരു കർവ് ലൈൻ വരച്ച് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു കർവ് ലൈൻ വരച്ച് ഒരു കത്തുന്ന തിരി വരച്ച് കഴിഞ്ഞാൽ എന്തായി മാറി? മനസ്സിലായോ നിങ്ങൾക്ക്? ഇതൊരു ലാമ്പാണ്. L ഫോർ എന്താണ്? L ഫോർ ലാമ്പ്. നമുക്ക് എഴുതാം LAMP, ലാമ്പ്. ഇനി നമുക്ക് M ഉപയോഗിച്ച് എന്താണ് വരയ്ക്കാൻ നോക്കാം. വലിയൊരു M എഴുതുക. എമ്മിന് മുകളിലായി ഇതുപോലൊരു കർവ് ലൈൻ വരയ്ക്കുക. ഇനി താഴ്വശത്ത് ഇങ്ങനെ കർവ് ലൈൻ വരയ്ക്കണം. പുരികം വരയ്ക്കുക, കണ്ണ് വരയ്ക്കുക, രണ്ട് കണ്ണുകളും വരയ്ക്കണം. മൂക്ക് വരയ്ക്കുക, മീശ വരയ്ക്കുക, ചുണ്ട് വരയ്ക്കുക, ചെവി വരയ്ക്കുക. കണ്ടോ? ഇതാരാണ്? ഒരു മാൻ ആണ്. മാൻ.
M for man, MAN, മാൻ. കണ്ടോ, മാൻ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് N ഉപയോഗിച്ച് ഒരു ചിത്രമാണ് വരയ്ക്കേണ്ടത്. ഇതുപോലെ N വരയ്ക്കുക. എന്നിട്ട് N ഇതുപോലെ വരച്ചതിന് ശേഷം നമ്മൾ N-നെ ഒരു ഇലയുടെ മാതൃകയിലേക്ക് മാറ്റുക. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് പക്ഷിക്കുഞ്ഞുങ്ങളെ വരയ്ക്കണം. ഇതുപോലെ കണ്ടോ, വായ തുറന്ന് പിടിച്ചിരിക്കുന്ന പക്ഷിക്കുഞ്ഞുങ്ങൾ. അതിന് മുകളിലായിട്ട് ഒരു തള്ളപ്പക്ഷിയെ കൂടെ വരയ്ക്കുക. അമ്മപ്പക്ഷി കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന ചിത്രമാണ് കേട്ടോ നമ്മൾ N ഉപയോഗിച്ച് വരച്ചത്. അപ്പോൾ നമുക്ക് എഴുതാം N ഫോർ എന്താണ്? N ഫോർ നെസ്റ്റ്. NEST, നെസ്റ്റ്. ഇനി നമുക്ക് അടുത്തതായി O ഉപയോഗിച്ച് ഒരു ചിത്രം വരയ്ക്കാം. O ഉപയോഗിച്ച് വളരെ എളുപ്പമാണ് കേട്ടോ വരയ്ക്കാൻ. ഇതുപോലെ നല്ലൊരു O എഴുതുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മൾ എന്താണ് വരച്ചത്. O ഫോർ എന്താണ്? O ഫോർ ഓറഞ്ച്. നമ്മൾ O ഉപയോഗിച്ച് ഓറഞ്ച് വരച്ചു. ഇനി നമുക്ക് അടുത്തതായി P ഉപയോഗിച്ച് ഒരു ചിത്രം വരയ്ക്കാം. ഇതുപോലെ P വലുതാക്കി എഴുതണം. Pയുടെ വാലൊന്നുകൂടി നീട്ടിക്കൊടുക്കണം കേട്ടോ. ഇനി Pക്ക് ഇതുപോലെ ഒരു ശരീരം കൂടെ വരയ്ക്കണം. പിന്നെ ഒരു ചിറകും, പിന്നെ ബീക്ക്. കണ്ടോ, P ഉപയോഗിച്ച് നമ്മൾ വരച്ച് തുടങ്ങുന്നത് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ആവശ്യമില്ലാത്ത രേഖകളൊക്കെ മാറ്റിയും വേണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ബീക്ക് വരച്ച് നീളമുള്ള വാല് കൂടെ വരച്ചാൽ അതൊരു പാരറ്റായി മാറി. കാലും ഇരിക്കുന്ന കൊമ്പും വരച്ച് ചേർക്കണം. മരത്തിൻ്റെ ഇലകൾ കൂടെ വരയ്ക്കുക. ഇനി നമുക്ക് P ഫോർ പാരറ്റ് എന്ന് എഴുതാം. PARROT, പാരറ്റ്.